ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കൂത്തുപറമ്പ് MLA KP മോഹന് നേരെ കണ്ണൂർ പെരിങ്ങത്തൂർ കരിയാട് കയ്യേറ്റം. മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്കിടയിലൂടെ MLA നടന്നു പോകുമ്പോഴായിരുന്നു കയ്യേറ്റം. ഇവിടെ അംഗനവാടി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മുൻ മന്ത്രി കൂടിയായ KP മോഹനൻ. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. പ്രദേശത്ത് ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യം പുറത്തേക്കൊഴുക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. ഷഹദ്, അവിടെ കുറെ നാളുകളായി ഈ നാട്ടുകാർ സമരം നടത്തുന്നുണ്ടോ? അതിനെന്തെങ്കിലും രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സമരസമിതിയാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? പെട്ടെന്ന് ഈ ജനക്കൂട്ടം പ്രകോപിതരാകാൻ കാരണം എന്താണ്? വിജയകുമാർ, പെരിങ്ങത്തൂരിൽ അംഗനവാടി ഉദ്ഘാടനത്തിനായാണ് KP മോഹനൻ MLA ആ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന ഇടത്തുകൂടി വേണം ഈ MLAക്ക് ഈ അംഗനവാടി ഉദ്ഘാടനത്തിനായിട്ട് പോകേണ്ടത്. അപ്പോൾ MLA വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ഒറ്റയ്ക്കാണുള്ളത്. MLAക്കൊപ്പം പാർട്ടി പ്രവർത്തകരോ മറ്റ് സഹായികളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെയും ഇടയിലേക്ക് MLA നടന്നു ചെല്ലുകയാണ്. ആ ഘട്ടത്തിൽ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം വിളിക്കുന്നതിന് മറു ആയിട്ട്, അതായത് നിങ്ങളെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് MLA അവരുടെ നടുവിലൂടെ നടന്നു പോകാൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടുകാർ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രകോപനം ഉണ്ടാകുന്നതും അവിടെയാണ്. കാരണം MLA കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഒരു പക്വത കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ദൃശ്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. കാരണം ഒരു സമരം, ഒരു വലിയ വിഭാഗം ആളുകൾ അവിടെ നിന്ന് സമരം ചെയ്യുന്നു. ആ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ അവരോട് കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ MLA തയ്യാറായില്ല. മറിച്ച് അവരുടെ നടുവിലൂടെ നിങ്ങളെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ അംഗനവാടിക്ക് സമീപത്തായിട്ട് ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട്. ആ ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ഉന്നയിച്ച് അവിടുത്തെ നാട്ടുകാർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സമരത്തിലാണ്. അപ്പോൾ ഈ വിഷയമാണ് ഈ നാട്ടുകാർ പ്രധാനമായിട്ടും MLAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമരത്തിന് യാതൊരു വില നൽകാതെ MLA അവർക്ക് മുഖം നൽകാതെ അവർക്ക് നടുവിലൂടെ നടന്നു പോകാൻ ശ്രമിച്ചതാണ് അവിടെ പ്രകോപനം ഉണ്ടാക്കിയത്. പിന്നീടാണ് അത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയിട്ടുള്ളത്. എന്തായാലും MLAയെ നമ്മൾ പല ഘട്ടത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം. പക്ഷേ ഇതുവരെ MLAയെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. വിജയകുമാർ, ഷഹദ്, അവിടെ ഈ ഇത്തരമൊരു പ്രതിഷേധമുള്ളപ്പോൾ പോലീസിന്റെ ഒന്നും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനവും അതിനെ തുടർന്നുണ്ടായ ഒരു കയ്യേറ്റവും എന്ന് തന്നെയാണോ കരുതേണ്ടത്? ഒരു കരുതിക്കൂട്ടിയുള്ള പ്രതിഷേധം. അപ്പോൾ MLA എത്തുന്നു, MLA തടയുക, ആ നിലയ്ക്ക് തയ്യാറെടുത്ത ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുക, അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലീസ് അവിടെ എത്തേണ്ടതാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് അവിടെയുള്ള നാട്ടുകാരുടെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ചെറിയ കുട്ടികളൊക്കെയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്ത്രീകളുണ്ട്. അവരൊക്കെ ഈ പ്ലക്കാർഡുകൾ എന്തിനാണ് നിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു MLA ആ പ്രദേശത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് MLA അവരെ കേൾക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുമെന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ MLA അവിടെ തടഞ്ഞു നിർത്തുകയും പിന്നീട് അത് കയ്യേറ്റത്തിലേക്കുമൊക്കെ മാറുന്നത്. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ല. അതായത് MLA തടയണമെന്നോ അല്ലെങ്കിൽ MLA കയ്യേറ്റം ചെയ്യണമെന്നോ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. പെട്ടെന്ന് MLAയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായ സമയത്ത് അവർ MLA തടയുകയായിരുന്നു. അപ്പോൾ MLA തിരിച്ചുന്തുന്നു. അപ്പോൾ ഇവർ തിരിച്ചുമൊന്തുന്നു, പിടിച്ചു നിർത്തുന്നു. പിന്നീട് വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് മാറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. വിജയകുമാർ, യെസ്, ഒരു പക്ഷേ KP മോഹനൻ MLAക്ക് ഇക്കാര്യത്തിൽ എന്താണ് വിശദീകരിക്കാൻ ഉള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ പ്രതികരണം ലഭിച്ചിട്ടില്ല. നാട്ടുകാർ MLA പ്രകോപനം ഉണ്ടാക്കി എന്ന പ്രതികരണമാണ് നൽകുന്നത്. വൈകാതെ നമുക്ക് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു പ്രതിഷേധമായിരുന്നില്ല. ആ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് MLA എത്തിയതിനെ തുടർന്നുണ്ടായ ഒരു സംഘർഷം എന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പോലീസിൻ്റെ ഒക്കെ വിശദീകരണം അക്കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അവിടെ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോയി. മുൻ മന്ത്രി കൂടിയായ KP മോഹൻ അതിൽ പെടുകയും ചെയ്തു. ഇത് കണ്ണൂര് പെരിങ്ങത്തൂരിലെ കരിയാട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ സംഘർഷം ഉണ്ടായത്. വിശദാംശങ്ങളാണ് ഷഹദ് റഹ്മാൻ നൽകിയത്. ഇനി മറ്റു റിപ്പോർട്ടുകളിലേക്ക്.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു. ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്നദാനത്തിനും സ്വർണം പൂശിയതിനും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി എന്നാണ് നിഗമനം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടന്നു. സ്വർണ്ണപാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമെന്നാണ് സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കുകയാണ്. കർണാടകയ്ക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും സ്വർണ്ണപാളി വഴി സംഭാവന സ്വീകരിച്ചോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റിടപാടുകാരെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. അതിനിടെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറുന്നതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ വിവാദങ്ങളിൽ CBI അന്വേഷണം വേണം എന്നാണ് UDF-ന്റെ ആവശ്യം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഹൈക്കോടതി ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉത്തരമില്ല. പിന്നെന്തിനാണ് 2019-ലും 2025-ലും ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് എന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥതല വീഴ്ച എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. സ്ട്രോങ് റൂമിലെ കണക്കുകൾ കൃത്യമെന്നും PS പ്രശാന്ത്. കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം നിന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പോൺസറെ പഴിചാരി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡിനാവില്ല. ശബരിമല വിവാദം രാഷ്ട്രീയായുധമാക്കാനാണ് UDF നീക്കം. CBI അന്വേഷണം വേണമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു CBI അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ കണ്ട് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അയ്യപ്പന്റെ പണമെടുത്തവർ ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്ന് K മുരളീധരൻ. ഗൂഢാലോ നിലക്ക് സ്വർണം കട്ടിട്ട് 4 കിലോ കട്ടിട്ട് എന്ത് ഗൂഢാലോനാ കട്ടി കീശയിലാക്കി ദൈവത്തിൻ്റെ പണം. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കക്കുന്നവരോർക്കണം. അത്രേ പറയുള്ളൂ. ഒരു കാരണവശാലും ഈ കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. ഈ മാസം 27-ന് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും. 24 കൊച്ചി. നടി റിനി ആൻ ജോർജിനെ പങ്കെടുപ്പിച്ച് CPIM-ന്റെ പെൺ പ്രതിരോധ സംഗമം. എറണാകുളം പറവൂർ ഏരിയ കമ്മിറ്റിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് റിനിയോട് CPM നേതാവ് KJ ഷൈൻ അഭ്യർത്ഥിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരെ പെൺപ്രതിരോധം എന്ന പേരിലാണ് CPIM പറവൂർ ഏരിയ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത്. റിനി ആൻ ജോർജ് ആദ്യമായി CPIM വേദിയിൽ. റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയുണ്ടായത്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയമില്ലെന്ന് റിനി 24-നോട്. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത്. നമ്മൾ ഇങ്ങനെ മറ്റൊരു പാർട്ടിയുമായി ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണെന്നുള്ള തലത്തിലേക്ക് വരും എന്നുള്ളൊരിതുണ്ട്. എനിക്ക് സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ളതാണ്. അതിന് പിന്നെ പാർട്ടി എന്നുള്ളതല്ല. അതുപോലെയാണ് ഈ വേദിയിൽ വന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം എന്ന് ചിന്തിച്ചിട്ടല്ല ഈ വേദിയിൽ വന്നത്. സമീപകാലത്ത് സൈബർ ആക്രമണങ്ങൾക്ക് വിധേയയായ CPIM നേതാവ് KJ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. റിനിയെ കൂടി സ്വാഗതം ചെയ്യാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
പരിപാടി മുൻ മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, 24. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പരാതിയിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കേസ് എടുക്കില്ല. നിയമവശങ്ങളും മൊഴിവിവരങ്ങളും ചൂണ്ടിക്കാട്ടി പാലക്കാട് നോർത്ത് ടൗൺ CI ACPക്ക് റിപ്പോർട്ട് നൽകി. പോലീസിന് ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഈ രാഹുൽ മാങ്കുട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. താൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടം ഈ കാര്യത്തിൽ. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയ ഈ ആരോപണമാണ് ഏറെ വിവാദമായത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ നൽകിയ പരാതികളിൽ കേസെടുക്കാനാവില്ലെന്ന് കാണിച്ച് CI ACPക്ക് റിപ്പോർട്ട് നൽകി. അപകീർത്തി പരാമർശത്തിൽ മൂന്നാം കക്ഷി നൽകിയ പരാതി നിലനിൽക്കില്ലെന്ന നിയമവശം ചൂണ്ടിക്കാട്ടിയും പരാതിക്കാരുടെ മൊഴിവിവരങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് പാലക്കാട് നോർത്ത് ടൗൺ CI റിപ്പോർട്ട് നൽകിയത്. എന്നാൽ കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ACPയുടേതായിരിക്കും. പോലീസ് നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത്. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ, CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലീസ് കേസെടുക്കില്ല എന്നുള്ളത് തെളിയിപ്പിച്ചിരിക്കുകയാണ്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വേണ്ടിവന്നാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. EN സുരേഷ് ബാബുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. 24 പാലക്കാട്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വെല്ലുവിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും വിമോചന സമരം നിലവിൽ സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ സർക്കാർ മാനദണ്ഡം അനുസരിച്ച് എല്ലാ ഒഴിവുകളും ഭിന്നശേഷി സംവരണത്തിന് മാറ്റിവെച്ചിട്ടുണ്ട് എന്നായിരുന്നു സിറോ മലബാർ സഭ കോതമംഗലം രൂപതയുടെ പ്രതികരണം. മാനേജ്മെന്റുകളുമായി സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണുള്ളതെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കാനാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. AGയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. 1500-ൽ താഴെ തസ്തികകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തങ്ങളുടെ ഭാഗം കോടതിയിൽ ചെന്ന് സമയത്തിന് കൃത്യമായി വ്യക്തമാക്കുന്നതിന് വേണ്ടി കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി വന്നപ്പോൾ അതിന്റെ കുറ്റം ഗവൺമെന്റിന്റെ മേൽ പഴിയാറുന്നത് ഒട്ടും ശരിയല്ല. എയ്ഡഡ് മാനേജ്മെന്റിന് വേണ്ടി കോടതിയിൽ ചെന്ന് ഗവൺമെന്റ് ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. മതവും ജാതിയും നോക്കി വിദ്യാഭ്യാസ രംഗത്തെ വിരട്ടാൻ നോക്കണ്ട. 5000-ത്തിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തവർക്കെതിരെ നടപടിയുണ്ടാകും. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളിയും ആരും നടത്തണ്ട. ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സിറോ മലബാർ സഭ രംഗത്തെത്തിയിരുന്നു. NSS മാനേജ്മെന്റിന് നിയമന അംഗീകാരം നൽകിയതിലടക്കമാണ് പ്രതിഷേധം. മന്ത്രി എത്രമാത്രം ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തതയില്ല. അല്ലായെങ്കിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാരാണല്ലോ മന്ത്രിതലത്തിലേക്കും സർക്കാർ തലത്തിലേക്കും ഈ റിപ്പോർട്ടുകൾ കൈമാറേണ്ടത്. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഒരു സത്യസന്ധമായ കൃത്യമായ റിപ്പോർട്ട് നൽകുക എന്നുള്ള ഉത്തരവാദിത്വം അധികാരികളുടേതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിയമന അംഗീകാരം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 24 തിരുവനന്തപുരം. ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. തിരൂർ തുഞ്ചൻ പറമ്പിൽ 3000-ത്തോളം കുഞ്ഞുങ്ങളെയാണ് എഴുത്തിനിരുത്തിയത്. ഗവർണറും മന്ത്രിമാരും ജനപ്രതിനിധികളും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. കുഞ്ഞുവിരൽ തുമ്പിൽ വിരിഞ്ഞത് അക്ഷരങ്ങൾ. നാവിൽ അക്ഷരമധുര. സംസ്ഥാനത്ത് ആദ്യാക്ഷരം കുറിച്ച ആയിരങ്ങൾ. തിരൂർ തുഞ്ചൻ പറമ്പിൽ MT വാസുദേവൻ നായർ ഇല്ലാത്ത ആദ്യ വിദ്യാരംഭ ചടങ്ങായിരുന്നു ഇത്തവണത്തേത്. പുലർച്ചെ തന്നെ നിരവധി പേർ തുഞ്ചൻ പറമ്പിലെത്തി. പാരമ്പര്യ എഴുത്താശാന്മാരും സാഹിത്യമേഖലയിലെ പ്രമുഖരും കുരുന്നുകളെ എഴുത്തിനിരുത്തി.
ലോകത്തിലെ തന്നെ ഒരു അത്ഭുതകരമായ അക്ഷര കേന്ദ്രമാണ്. അറിവിനെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു സമൂഹം മലയാളികളെ പോലെ വേറെയില്ല. ഞാൻ എഴുത്തുകാരി ആയ മുതൽ ഞാൻ അരിയിൽ എഴുതാൻ കുട്ടിയൊക്കെ ഹരിശ്രീ എഴുതാൻ വരുന്നുണ്ട്. പക്ഷെ അതൊരു ജീവിതത്തിൻ്റെ സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. MT ഇവിടെ ഇല്ല എന്നുള്ള MTൻ്റെ അഭാവമാണ് നമ്മുടെ ഹൃദയത്തിനെ ഭാരവത്താക്കുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, ചോറ്റാനിക്കര ദേവി ക്ഷേത്രം, കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം, കോഴിക്കോട് അഴകൊടി ക്ഷേത്രം, തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക സമിതി, ചിറ്റൂർ തുഞ്ചത്ത് മഠം തുടങ്ങിയ ഇടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ആളുകളെത്തി. വിവിധ സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കൊച്ചി ലുലുമാളുമായി ചേർന്ന് 24 ഒരുക്കിയ വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. സ്വാമി ഉദിത് ചൈതന്യ, ചലച്ചിത്ര സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി, നർത്തകി സോഫിയ സുദീപ് എന്നിവർ ആദ്യാക്ഷരം പകർന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ച നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ നവരാത്രി പൂജയിലും വിജയദശമി പ്രത്യേക ചടങ്ങുകളിലും പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഭക്തരുടെ ഒഴുക്കായിരുന്നു. ആയുഷ്യം തേജ ആരോഗ്യം ദേഹി മേ പരമേശ്വരി. വിദ്യാദേവിയായ സരസ്വതിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത്. ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഈ വിജയദശമിയിൽ കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യുന്നത് ഒരു ശ്രേഷ്ഠ ഒരു അംഗമാണിത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ഭക്തരാണ് എത്തിയത്. ഇന്നലെ ഇവിടെ എത്തി, ഇന്ന് എഴുത്തിനിരുത്തി, അമ്പലത്തിൽ സമയത്ത് എഴുതു. ഇനി അടുത്ത ഘട്ടം എല്ലാ വർഷവും വരാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം വന്ന് പോയേ ഉള്ളൂ. പ്രവാസികളും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ മൂകാംബികയിൽ എത്തി. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഇത് താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്, ഇപ്പോൾ എഴുത്തിന് വേണ്ടിയിട്ട്. അദ്വൈത് എവിടെ വീട്? ഇടവിട്ടുള്ള മഴ വകവയ്ക്കാതെ ആയിരങ്ങൾ ദേവീസന്നിധിയിൽ എത്തി. പൂജയെടുപ്പിന് ശേഷം അരിയിലും മണലിലും അക്ഷരങ്ങൾ കുറിച്ച് മനസ്സ് നിറഞ്ഞ് ഭക്തർ മടങ്ങി. അതിരാവിലെ തുടങ്ങിയ വിദ്യാരംഭം കുറിക്കലിന് നിരവധി ഭക്തർ ഇവിടെ എത്തിയിരിക്കുന്നു. അറിവിൻ്റെ കലകളുടെ എല്ലാം തുടക്കം കുറിക്കാൻ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമാണ്. വിശേഷിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാകുമ്പോൾ അത് ഇരട്ടി മധുരമാകുന്നു. അങ്ങനെ എത്തിയ ഭക്തരെല്ലാവരും ഉണ്ട്. ആ ഭക്തർക്കിടയിൽ നിന്ന് കൊല്ലൂർ സന്നിധാനത്ത് മൂകാംബിക സന്നിധാനത്ത് നിന്ന് ടീം 24. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം അടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മലയാളികൾക്കൊപ്പം ഉത്തരേന്ത്യൻ കുരുന്നുകളും വിദ്യാരംഭത്തിനെത്തിയത് കൗതുകമുള്ള കാഴ്ചയായി. നവരാത്രി പൂജകൾക്ക് ശേഷം ദസറ ആഘോഷിക്കുകയാണ് ഉത്തരേന്ത്യ. നന്മയുടെ വിജയം ആഘോഷിക്കുന്ന വിജയദശമി ദിനത്തിൽ ഉത്തരേന്ത്യയിലെ മലയാളി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. ഉത്തരേന്ത്യയിൽ ഏറ്റവും വലിയ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്ന ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മേൽശാന്തി അരീക്കര വാസുദേവൻ നമ്പൂതിരി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. 100-ലധികം കുരുന്നുകൾ ക്ഷേത്രാങ്കണത്തിൽ വിദ്യാരംഭം കുറിച്ചു. വളരെ സന്തോഷത്തിൽ. കൊച്ചുമോന 14 വർഷത്തിന് ശേഷം ഉണ്ടായതാ. വളരെ സന്തോഷത്തിൽ. ഇത്തവണയും മലയാളികൾക്കൊപ്പം ഉത്തരേന്ത്യൻ കുരുന്നുകളും ആദ്യാക്ഷരം എഴുതി. She will be starting her education now from October month only. So we are feeling very auspicious and very blessed to have the Vidyarambha Samskar in the South Indian tradition. We are very feeling blessed and happy. Very auspicious. We feel so blessed to be here, to be part of this tradition. വിദ്യാരംഭത്തോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകളും പൂജകളും നടന്നു.
ദസറ ആഘോഷത്തിന്റെ നിറവിലാണ് ഉത്തരേന്ത്യ. അതേസമയം ഉത്തരേന്ത്യയിലെ മലയാളി വിദ്യാർത്ഥികൾ ഇന്ന് വിദ്യാരംഭം കുറിച്ചിരിക്കുകയാണ്. മലയാളികൾക്കൊപ്പം നിരവധി ഉത്തരേന്ത്യൻ കുരുന്നുകളും ഇന്ന് ആദ്യാക്ഷരം കുറിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ നീക്കത്തിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെത്തി. ബംഗളൂരുവിൽ നിന്നാണ് കാരേറ്റിലെ വീട്ടിൽ എത്തിയത്. ഫസ്റ്റ് ഓൺ 24 ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതുവരെ ഈ വിഷയത്തിൽ ഇപ്പോൾ നേരിട്ടൊരു പ്രതികരണത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായിട്ടില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ മാധ്യമങ്ങളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ ഒരു പിടിയാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അങ്ങനെ തന്നെയാണ് പറയുന്നത്. സാധാരണ അങ്ങനെയൊന്നും ആരും പറയാറില്ല. ഇതിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ തന്നെ പറയുന്നു. എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ ഇദ്ദേഹം തയ്യാറായേക്കുമോ? വിജയകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമ്മൾ ഓഫ് ദ റെക്കോർഡിൽ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാംഗ്ലൂരാണ് എന്നുള്ള കാര്യത്തിലൊക്കെ പിന്നീടാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതിനുശേഷം നമുക്കറിയാം ഈ ദേവസ്വം വിജിലൻസ് ഇക്കാര്യത്തിൽ ഈ അന്വേഷണം കേന്ദ്രീകരിക്കുന്നതടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനം 2019 ഇവിടെ നിന്ന് പാളി കൊണ്ടുപോയി ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ വെച്ചതടക്കമുള്ള പല വിധത്തിലുള്ള ഇടപാടുകളിൽ വലിയ ദുരൂഹത അത് ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കാനുമിരിക്കുകയാണ്. അക്കാര്യത്തിൽ ചില ഔദ്യോഗിക നീക്കങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് വളരെ അപ്രതീക്ഷിതമായി ബാംഗ്ലൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയം മുൻപ് തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഏതാണ്ട് 1:15 കാരറ്റിലെ വെഞ്ഞാറമൂട് കാരറ്റുള്ള വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അവിടെ അമ്മയാണ് അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലുമായി അദ്ദേഹം ഏത് തരത്തിൽ സഹകരിക്കും, ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമായി എന്നുള്ള സംശയം അത് ദേവസ്വം വിജിലൻസിനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള മറ്റിടപാടുകളെക്കുറിച്ചും ദേവസ്വം വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. കർണാടകയ്ക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും സ്വർണ്ണപ്പാളി വഴി എത്തിച്ച് സംഭാവന സ്വീകരിച്ചോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ദേവസ്വം വിജിലൻസിനാണ്. സ്വാഭാവികമായും കോടതിയിൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമോ, ഔദ്യോഗികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നതിനിടെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ കാരേറ്റിലെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയത്. നമുക്ക് രണ്ട് തരത്തിൽ കാര്യങ്ങൾ സംശയിക്കാം. ഒന്നുകിൽ അദ്ദേഹം ഈ കൂടുതൽ അഭിഭാഷകരോടൊക്കെ സംസാരിച്ച കോടതിയിൽ ഒരു ഡയറക്റ്റ് ഇടപെടലിലേക്ക് കാര്യങ്ങൾ പോവും. രണ്ടാമത്തേതാകട്ടെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തോട് സഹകരിക്കും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും മറ്റു വഴികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടില്ല. ഒന്നുകിൽ കോടതിയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വേർഷൻ എന്താണ് എന്നുള്ള കാര്യം, ചില രേഖകളടക്കമുള്ള കാര്യങ്ങൾ വെച്ച് ചോദ്യം ചെയ്യൽ, അത് ചോദ്യാവലിയൊക്കെ തയ്യാറാക്കി ചോദ്യം ചെയ്യലിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കാനുള്ള ചില നീക്കങ്ങൾക്കിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. 2019 ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളി അത് ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് കുറച്ചുനാൾ അവിടെ പൂജ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം രണ്ട് വ്യവസായികളെ കണ്ടെത്തി. ആ വ്യവസായികൾ വഴി മറ്റൊരു പാളിയാണോ തിരികെ ഇവിടേക്ക് എത്തിച്ചതെന്നടക്കമുള്ള സംശയങ്ങൾ അതങ്ങനെ അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കണം. അതിനൊക്കെ മറുപടി പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അല്പസമയം മുൻപ് തിരുവനന്തപുരത്തേക്ക് എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ ഇനി ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് എന്ന് ഹാജരാകും, എപ്പോഴായിരിക്കും അത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരും മണിക്കൂറുകളിലെ ആകാംക്ഷ. വിജയകുമാർ. ഷഫീദ്, ഇതിപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ശനിയാഴ്ച അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അതൊരു ആഭ്യന്തര സ്വഭാവമുള്ള അന്വേഷണമാണ്. അതിൻ്റെ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ഒരുപക്ഷെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് കൈമാറിയേക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയിലേക്ക്, പോലീസിൻ്റെ അന്വേഷണത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ തുടർ നിയമ നടപടികൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എന്നത് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ അതുണ്ട്. ക്രമക്കേടുകളുടെ ഒരു പരമ്പര തന്നെ ഇതിനോട് ചേർത്ത് വെച്ച് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഇതിൻ്റെ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ആരോപണങ്ങളിൽ ആകെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇദ്ദേഹം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഇത് സാധാരണഗതിയിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ നടപടികൾ ആകെ നേരിടാൻ സജ്ജനായിട്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടാവുക, അല്ലേ?
വിജയകുമാർ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം. കാരണം അദ്ദേഹത്തോട് ഇന്ന് രാവിലെയും സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പറയാനുള്ളതൊക്കെ കോടതിയിൽ പറഞ്ഞോളാം, കോടതിയില്ലേ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ തരത്തിൽ നിയമോപദേശങ്ങൾ ലഭിച്ചിരിക്കാം. മാത്രമല്ല, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എറണാകുളത്ത് പ്രതികരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാക്കുകളിൽ ദേവസ്വം ബോർഡ് ഇനി എന്തായിരിക്കും തീരുമാനിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും കോടതി ഇത് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിൽ ഇന്റേണൽ ഓഡിറ്റ് നടത്തി കണ്ടെത്തിയ ക്രമക്കേടോ തൂക്കക്കുറവോ ഒന്നുമല്ല. പകരം കോടതി വിളിച്ചു വരുത്തിയ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് ആവശ്യമെങ്കിൽ കോടതിയിൽ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ പുറത്തു നിന്ന് ഒരു വിജിലൻസ് അന്വേഷണമോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാം. മുൻപും കേരളത്തിലെ മറ്റു ചില ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായും ആ രീതിയിലേക്ക് ദേവസ്വം ബോർഡ് നീങ്ങുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വരികയും ചെയ്തതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും നിർണായകമാവുക ഈ ദേവസ്വം വിജിലൻസിന്റെ അവരുടെ പരിശോധന അത് ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരിലേക്കൊക്കെ ഉദ്യോഗസ്ഥ വീഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുമ്പോൾ തന്നെ ബാംഗ്ലൂരിലേക്കൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം കമ്മീഷണർ അനുഗമിക്കുന്നൊക്കെ ഒരു പതിവ് രീതിയുണ്ട്. പക്ഷേ അതൊക്കെ ഇക്കാര്യത്തിൽ നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്നയാളെ അന്ധമായി ആരാണ് വിശ്വസിച്ചതെന്നുള്ള ചോദ്യം വരും. അത് സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ അകത്ത് നിന്ന് ആരെങ്കിലും ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച എന്നതിനപ്പുറത്തേക്ക് ആ അഴിമതിക്ക് ആ ക്രമക്കേടിനെ ആരെങ്കിലും നിന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, ശബരിമല കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ ദുരൂഹ ഇടപാടുകൾ കേരളത്തിന് പുറത്ത് കർണാടകയിലും മറ്റു ചില തമിഴ്നാട്ടിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും അദ്ദേഹം ഈ സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് നടത്തിയ പണപ്പിരിവ്, സംഭാവന പിരിവ്, പൂജയ്ക്കാവശ്യമായി അദ്ദേഹം ചില വ്യവസായികളിൽ നിന്നടക്കം റിസീവ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പരിധിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. സ്വാഭാവികമായും അതിനനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം വിജിലൻസിന്റെ തുടർ നിലപാട് നിർണായകമാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വേർഷൻ എന്താണ് എന്നുള്ളതും നിർണായകമാകും. വിജയകുമാർ. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്ത് കാരറ്റിലെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ട്. ശനിയാഴ്ച അദ്ദേഹത്തെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാൻ ഇരിക്കുകയാണ്. അതിനിടെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നീ ഘട്ടത്തിൽ വ്യക്തമല്ല. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ TVKയിൽ ഭിന്നത. ജനറൽ സെക്രട്ടറിമാരായ N ആനന്ദിനും ആദവ് അർജുനയ്ക്കും ഇടയിലാണ് ഭിന്നതയുള്ളത്. ദുരന്തത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. വിജയ്ക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPFനോട് വിശദീകരണം തേടി. കരൂർ അപകടത്തിൽ പ്രതിരോധത്തിലായ TVKയ്ക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നതാണ് CBI അന്വേഷണത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത. CBI അന്വേഷണത്തിൽ ഗൂഢാലോചന പുറത്തുവരുമെന്നും പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടുമെന്നും ആദവ് അർജുന പറയുന്നു. എന്നാൽ CBI അന്വേഷണത്തിലൂടെ TVK വരുതിയിലാക്കാൻ BJP ശ്രമിക്കുമെന്നാണ് N ആനന്ദിന്റെ പക്ഷം. കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശി PH ദിനേശ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അപകടത്തിന് കാരണക്കാരൻ വിജയിയാണെന്ന് ആരോപിച്ചുള്ള ഹർജി കോടതി നാളെ പരിഗണിക്കും. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം DMK നേതാക്കൾ ഉയർത്തിയെങ്കിലും തിരക്കിട്ട നീക്കം BJPക്ക് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിലപാടെടുത്തതായാണ് റിപ്പോർട്ട്. Y കാറ്റഗറി സുരക്ഷയിലുള്ള വിജയ്ക്ക് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPFനോട് ആവശ്യപ്പെട്ടു. തമിഴ്നാട് BJP നേതൃത്വം വിജയിയെ പിന്തുണയ്ക്കുന്നത് തുടരുകയാണ്. 24 ചെന്നൈ. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പേരിൽ കള്ള GST രജിസ്ട്രേഷൻ എടുത്ത് 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെട്ട കേസ് അറിഞ്ഞിട്ടും ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇന്നലെ എല്ലാവരും അറിയുന്നത്, ഇത്ര 8 മാസമായിട്ടത് മൂടി വെച്ചു. എന്തിനു മൂടി വെച്ചു? എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ ഗവൺമെൻറ് അറിയിച്ചില്ല, GST വകുപ്പ് അറിയിച്ചില്ല. നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന് അറിയിച്ചില്ല. ഈ 1100 കോടി രൂപയുടെ വ്യാജ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയില്ല. GST രജിസ്ട്രേഷനിലെ ന്യൂനതകൾ പരിഹരിച്ചില്ല. എല്ലാ വൃത്തികേടുകൾക്കും ധനകാര്യ വകുപ്പ് കൂട്ടുനിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. GST വകുപ്പിലെ ചില CPM നേതാക്കളായ ചില ആളുകളെ താക്കോൽ സ്ഥാനത്ത് വെച്ച് അവരെ കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ അഴിമതിയിലും GSTയിലെ ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അന്വേഷണം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വ്യാജ രജിസ്ട്രേഷൻ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ. അതിൻ്റെ തുടർച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് അദ്ദേഹം.
കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രശംസിച്ച് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു. ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. കർണാടകയിലെ ആരോഗ്യ മേഖലയെ രാജ്യവുമായല്ല കേരളവും തമിഴ്നാടുമായാണ് താരതമ്യം ചെയ്യുന്നതെന്നും ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു. Lifespan has increased. So average lifespan today is around 70 years. And if you look at the southern states, we are doing better in all human indexes. And in that aspect, Kerala is a leader to the nation when it comes to healthcare. Whether it is maternal mortality, whether it is infant mortality, whether it is average age, and the availability of health facilities in human development, Kerala is a pioneer. ജനങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരുകൾ ജനരോഷം നേരിടേണ്ടി വരുമെന്ന് നേപ്പാൾ പ്രക്ഷോഭത്തെ ചൂണ്ടിക്കാട്ടി RSS മേധാവി മോഹൻ ഭാഗവത്. എന്നാൽ അക്രമാസക്തമായ മുന്നേറ്റങ്ങൾ അരാജകത്വത്തിലേക്ക് നയിക്കും. അനീതിയിൽ നിന്ന് ഗാന്ധിജി രാജ്യത്തെ രക്ഷിച്ചെന്നും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകി മോഹൻ ഭാഗവത് പറഞ്ഞു. RSSന് 100 വയസ്സ് തികയുന്ന വേളയിലാണ് ഇത്തവണത്തെ വിജയദശമി റാലി. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സ്വാശ്രയത്തെ പുൽകുകയും മാത്രമാണ് മുന്നോട്ടു പോകാനുള്ള ഏക മാർഗമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകുന്നതിനിടെ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവും മോഹൻ ഭാഗവത് പരാമർശിച്ചു. അക്രമാസക്തമായ മുന്നേറ്റങ്ങൾക്ക് രാജ്യത്തെ എവിടേക്കും നയിക്കാനാകില്ല. उनकी जनता की अवस्थाओं को ध्यान में रखकर नीतियां नहीं बनती तो असंतोष रहता है. इस प्रकार व्यक्त होना पूरे दुनिया का अभी तक का इतिहास देख लीजिए. എന്നാൽ ജനങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാരുകൾക്കെതിരെ ജനരോഷം ഉയരുമെന്ന മുന്നറിയിപ്പും RSS മേധാവി നൽകി. പക്ഷേ ഒരു വിപ്ലവവും ഫലം കണ്ടിട്ടില്ല. സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങൾ ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളാണെന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. വിജയദശമി റാലിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും RSS മേധാവി പ്രകീർത്തിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല സ്വതന്ത്ര ഭാരതത്തിന്റെ ഗതി തീരുമാനിക്കുന്നതിലും ഗാന്ധിജിയുടെ ആശയങ്ങൾ നിർണായകമായി. आज 2 अक्टूबर है, इसलिए स्वर्गीय महात्मा गांधी जी की भी जयंती है. अपने स्वातंत्र्य की लड़ाई में उनका योगदान तो अविस्मरणीय है, परंतु स्वतंत्रता के बाद भारत कैसा हो, भारत का जीवन किस प्रकार के तंत्र से चले. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു ഇത്തവണത്തെ വിജയദശമി റാലിയിൽ മുഖ്യാതിഥി. 24 മുംബൈ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മവാർഷികം ആചരിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി ആദരമർപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി പ്രത്യേക പരിപാടികൾ നടന്നു. ജീവിതം സന്ദേശമായി ജനതയ്ക്ക് മുന്നിൽ വെച്ച മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മദിന നിറവിലാണ് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ശുചിത്വമുള്ള, കരുത്തുറ്റ, ശാക്തീകരിക്കപ്പെട്ട, അഭിവൃദ്ധിയുള്ള ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ രാഷ്ട്രപതി രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. വികസിത ഭാരത സൃഷ്ടിക്കായി മഹാത്മാവിന്റെ പാത പിന്തുടരുമെന്ന പ്രധാനമന്ത്രി. ബിർള ഹൗസ്, ബിർള മന്ദിർ, ഗാന്ധി ആശ്രമങ്ങൾ തുടങ്ങിയ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണ യജ്ഞമടക്കമുള്ള വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. 24 ഡൽഹി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലും ഗാന്ധി ജയന്തി അനുസ്മരണ ചടങ്ങുകൾ നടന്നു. പുഷ്പാർച്ചനയും ദേശഭക്തി ഗാനവും ഗാന്ധി ഭജനകളും ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മുതിർന്ന നേതാവ് AK ആന്റണി, UDF കൺവീനർ അടൂർ പ്രകാശ്, KPCC മുൻ അധ്യക്ഷന്മാരായ K മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലഡാക്കിലെ സംഘർഷങ്ങളിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ മാസം 4 മുതൽ 18 വരെ മൊഴി രേഖപ്പെടുത്തും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നതാണ് അവിടെ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടത്. അത്തരം അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈ തുടർ ചർച്ചകളുമായി സഹകരിക്കൂ എന്നും അവർ നിലപാടെടുത്തിരുന്നു. അതിന് മറുപടിയാണോ ഈ മജിസ്റ്റീരിയൽ അന്വേഷണം?
വിജയകുമാർ, ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഉള്ള സമാധാന ചർച്ചകൾ നിലവിൽ സ്തംഭിച്ച സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും പ്രദേശത്ത് പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കാതെ ഇനി ചർച്ചയ്ക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് വിവിധ സംഘടനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചത്. തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ വിവിധ സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു മജിസ്റ്റീരിയൽ അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിവിഷണൽ മജിസ്ട്രേറ്റ് നുബ്രയിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുകുൾ ബെനിവാൽ ഇറക്കിയ ഉത്തരവിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ, ഒപ്പം തന്നെ തെളിവുകൾ, അത് മൊബൈൽ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളോ മറ്റു വിവരങ്ങളോ ഈ ഒരു കമ്മീഷന് മുന്നിൽ നൽകാം എന്നും അതിനായി ഈ മാസം 4 മുതൽ 18 വരെ മൊഴി രേഖപ്പെടുത്തും എന്നുമാണ് ലേയിലെ DC ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ മൊഴി രേഖപ്പെടുത്തും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈവശമുള്ളവർ ഈ ഒരു സമയത്ത് ഈ DC ഓഫീസിലെത്തി തങ്ങൾക്ക് നൽകാനുള്ള വിവരങ്ങൾ ഈ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കാമെന്നും തുടർന്ന് 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുമാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധക്കാരുടെ ഒരു ആവശ്യങ്ങൾ, ഒപ്പം തന്നെ വിവിധ സംഘടനകൾ ഈ വിഷയത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവ് ഇറക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റ് സംഘടനകളുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇനിയും വരേണ്ടതുണ്ട്. വിജയകുമാർ, പാകിസ്ഥാനെ താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്രീക്ക് മേഖലയിൽ ദുസ്സാഹസത്തിന് മുതിർന്നാൽ തക്കതായ മറുപടി നൽകും എന്നാണ് മുന്നറിയിപ്പ്. സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് എത്താൻ പ്രയാസമില്ലെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയായ സർ ക്രീക്കിൽ പാകിസ്ഥാൻ അതിർത്തി തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സർ ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ ദുസ്സാഹസത്തിന് ശ്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. सर क्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है. भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है. ചർച്ചകളിലൂടെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ അതെല്ലാം അവഗണിച്ചു. ഇന്ത്യൻ സൈന്യവും BSFും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ്. कभी ये चुनौतियां बाहरी आक्रमण के रूप में सामने आती हैं, कभी आतंकी संगठनों के रूप में आती हैं, और आजकल तो साइबर वार और इंफॉर्मेशन वार के रूप में भी चुनौतियां आ रही हैं. 1965 യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തിയിരുന്നു. ഇന്ന് കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർക്രീക്കിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി. പാക് സൈനിക മേധാവി അസീം മുനീറിനെ പരിഹസിച്ച് പാകിസ്ഥാൻ സെനറ്റർ ഐമൽ വാലി ഖാൻ. ഡൊണാൾഡ് ട്രംപിന് അസീം മുനീർ അപൂർവ ധാതുക്കളുടെ പെട്ടി സമ്മാനിച്ച ചടങ്ങിനെ പരിഹസിച്ച് പാകിസ്ഥാൻ പാർലമെന്റിലായിരുന്നു സെനറ്ററുടെ പ്രസ്താവന. അസീം മുനീർ സെയിൽസ്മാനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് വാലി ഖാൻ പറഞ്ഞു. പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് മാനേജറെ പോലെ തോന്നിപ്പിച്ചുവെന്നും ഇത് സ്വേച്ഛാധിപത്യമാണെന്നും വാലി ഖാൻ തുറന്നടിച്ചു. പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവിയുടെയും നടപടി പാർലമെന്റിനെ അവഹേളിക്കുന്നതാണ് എന്നും സെനറ്റർ കുറ്റപ്പെടുത്തി. 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറിച്ചു. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PTE പരിശീലനമാണ് നൽകുന്നത്. എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നടന്ന വിദ്യാരംഭ ചടങ്ങ് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിദേശ പഠനത്തിന് ഒരു വിദ്യാരംഭം, അതും സുരക്ഷിതമായി ദിശാബോധത്തോടെ. 24 സ്റ്റഡി അബ്രോഡിന്റെ അക്ഷരപൂജ. പുതുതലമുറയുടെ സ്വപ്നങ്ങളെ സാക്ഷിയാക്കി വിദ്യാരംഭ ചടങ്ങുകൾ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം. നിങ്ങൾക്കറിയുന്ന പോലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അയക്കരുത് എന്നുകൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ആ കലാശാലകളിലൊക്കെ തന്നെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഒരുപാട് കോളേജുകളൊക്കെ അവർ സ്ഥാപിച്ചു വയ്ക്കും. പക്ഷേ അതിനൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ഇന്ത്യയിൽ അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ട് അവിടേക്കൊന്നും നമ്മൾ ആരെയും അയക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി,
നമുക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല. ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ചരിത്ര നിയോഗം മൂലമാണ്. ഇത് 24-ന്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. 24 സ്റ്റഡി അബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജൂലൈ മാസം 2-ാം തീയതിയാണ് നമ്മൾ 24 സ്റ്റഡി അബ്രോഡ് ആരംഭിച്ചത്. ഇത് ഇന്ന് കൃത്യം 3 മാസം തികയുകയാണ്. ഇത് ഒരു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഈ കുട്ടി 3-ാം മാസം തന്നെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഇവിടെ നടത്തുക. 1.5 മാസം നീളുന്ന IELTS PTE കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങിയ ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ നടന്നു. പുതുതായി പ്രവേശിച്ചവർക്ക് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നൽകി. അക്ബർ ട്രാവൽസ്, ലുലു ഫോറക്സ്, ഡെക്കാത്തലൺ തുടങ്ങിയ സമ്മാന പെരുമഴ വിദ്യാർത്ഥികളെ കാത്തിരുന്നു. 12,000-ഓളം രൂപ ഫീസ് വരുന്ന കോഴ്സുകളാണ് 24 സ്റ്റഡി അബ്രോഡിലൂടെ സൗജന്യമായി നൽകുന്നത്. പരിശീലനത്തിൽ പങ്കെടുത്ത 24 സ്റ്റഡി അബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമ്മാനമായി ലഭിക്കും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ 8111991720 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. 24 കൊച്ചി. കാലാവസ്ഥ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.